നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തണുപ്പുകാലമായതിനാൽ പ്രവാസികൾക്ക് പ്രിയം ചായയോട്. എന്നാൽ ഈ ചായക്കൊതിയിൽ പെട്ടിരിക്കുകയാണ് വിദേശികളും. എന്നാൽ പ്രവാസി മലയാളികളുടെ ഈ ചായക്കൊതിയിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ സ്വദേശികൾ പോലും. ചായക്കോപ്പയിൽ ചൂടൻ രുചികളൊരുക്കി പൊടിക്കൈകളുടെ ഇന്ദ്രജാലം തീർക്കുകയാണ് മലയാളികൾ. തണുപ്പുകാലം തുടങ്ങിയതോടെ ചെറുകടകളിലടക്കം പതഞ്ഞുയർന്നത് തരാതരം ചായകളെന്ന് എടുത്തു പറയണം. പൊടികൾ ചേരുംപടി ചേർന്നാൽ ചായയുടെ മണം പിടിച്ച് ആരാധകർ പാഞ്ഞെത്തുമെന്ന് കാട്ടിത്തരികയാണ് മലയാളി ടീം സ്പെഷ്യലിസ്റ്റുകൾ തന്നെ. മലബാർ, കാശ്മീർ, അറേബ്യൻ രുചിരസങ്ങൾ ചായകളിൽ തിളച്ചുമറിയും. കൈകൾ പരമാവധി അകറ്റി അടിച്ചു പതപ്പിച്ച് ഗ്ലാസ്സിലേക്ക് പകർന്ന ലെമ്പോട്ടിയിൽ തുടങ്ങുന്നു ചായ വിശേഷങ്ങൾ ഒട്ടനവധി. പൊടിക്കട്ടൻ ഇഞ്ചി ചായ, ഇഞ്ചിയും പുതിയയും തേനും കുങ്കുമപ്പൂവും ചേർന്ന മുഹമ്മദ് സുലൈമാനി കരിക്ക് ചായ, സാഫ്രൻ കരിക്ക്, തനിനാടൻ മസാല ചായ, അറബ് വംശജർക്ക് ഏറെ പ്രിയപ്പെട്ട സാഹ്ലബ് എന്ന സ്പെഷ്യൽ ചായ, കശ്മീർ ചായ, ഏലക്ക ചായ, ഹോർലിക്സ് ചായ, കാപ്പുച്ചീനോ, ലൈം ടീ, ഗ്രീൻ ടീ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെ തന്നെ. വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയാണ് ചായ കുടിക്കാരുടെ തിരക്കെന്ന കരാമയിലെ ടീം സ്റ്റാളിൽ ചായ തയ്യാറാക്കുന്ന മംഗലാപുരം സ്വദേശി ഉംസ പറയുന്നു. എല്ലാ പ്രായക്കാരും നാട്ടുകാരും ചായ കുടിക്കാനെത്തുന്നു. 5 വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. നാട്ടിൽ ഈ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ദുബായിൽ വന്ന ശേഷമാണ് കൂടുതൽ ചായകളെ കുറിച്ച് പഠിച്ചത് തന്നെ. സ്വദേശികൾക്ക് പൊതുവെ സ്ട്രോങ് ചായയാണ് ഇഷ്ടം. സാഹ്ലാബ് ചായ ചോദിച്ചെത്തുന്നവരുമുണ്ട്. കസ്റ്റാർഡ്, അണ്ടിപ്പരിപ്പ്, കുങ്കുമപ്പൂ, ചില അറേബ്യൻ കൂട്ടുകൾ എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുക. പായസം മാറി നിൽക്കും അത്രേ. തനിനാടൻ മസാല ചായക്കും ആവശ്യക്കാർ ഏറെയാണ്. കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചി, കുരുമുളക്, പട്ടയില എന്നിവയാണ് പ്രധാന ചേരുവകൾ. ഏതു ചായ ആയാലും ചേരുവ കൃത്യമാകണം. പാലോ പഞ്ചസാരയോ പൊടിയോ കൂടിയാലും കുറഞ്ഞാലും രുചി കിട്ടില്ല. രണ്ടാമത് ചേർത്താലും ശരിയാകില്ല. ഇതൊരു കൈക്കണക്കും മനക്കണക്കുമാണെന്ന് മൂസ പറയുന്നു. ചായക്കൊപ്പം തന്നെ ചെറുകടികളുണ്ടെങ്കിൽ കച്ചവടം കൂടുതൽ ഉഷാറാകും. ഉഴുന്നുവട, പരിപ്പുവട, സവാളവട, മുളക് ബജ്ജി, ഉണ്ണിയപ്പം തുടങ്ങിയവ ഏറെക്കുറെ എല്ലാ മലയാളി കടകളിലും ലഭ്യമാണ്. ഇത് മലയാളികൾക്ക് മാത്രമല്ല സ്വദേശി പൗരന്മാർക്കും ഏറെ ഇഷ്ടം തന്നെയാണ്. ശുദ്ധമായ പശുവിൻ പാലിൽ തയ്യാറാക്കിയ നാടൻ ചായയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ്. സമോവറിലാണ് തയ്യാറാക്കുക. കടുപ്പമുള്ള തേയില നന്നായി വെന്തു ചേരണം. ചെറുതീയിൽ പാലും തിളയ്ക്കണം. ചായ ഉണ്ടാക്കി ലോക റെക്കോർഡ് സ്ഥാപിച്ച നഗരമാണ് ദുബായ് എന്ന് എടുത്തു പറയട്ടെ. 2018 ഗ്ലോബൽ വില്ലേജിലായിരുന്നു ഇത്. 3.66 മീറ്റർ ഉയരവും 1 വ്യാസവുമുള്ള കപ്പിൽ 5000 ലിറ്റർ ചായയാണ് തയ്യാറാക്കിയത്. 185 കിലോ തേയില, 270 കിലോ പാൽപ്പൊടി, 360 കിലോ പഞ്ചസാര, 4.5 കിലോ ഗ്രാമ്പു, 135 കിലോ ഇഞ്ചി, 27 കിലോ കറുവാപ്പട്ട, 27 കിലോ ഏലക്ക എന്നിവ വേണ്ടിവന്നു. 120 ഷെഫുമാരാണ് ഇതിനായി കൈകോർത്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.